ഗ്ലോസ്ഗോവിലെ 50ഓളം മലയാളികൾ ചേർന്ന് ഇക്കുറി വിഷു നാട്ടിൽ നിന്നുള്ള വിഭവങ്ങൾ ഉപയോഗിച്ച് ആഘോഷം. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. സ്കോട്ട്ലൻഡിലെ ഗ്ലോസ്ഗോവിൽ മലയാളികൾക്ക് വിഷു ആഘോഷിക്കാൻ കോഴിക്കോട്ട് നിന്ന് കണിവെള്ളരി മുതൽ തൂശനില വരെ 18 ഉൽപ്പന്നങ്ങൾ എമിറേറ്റ്സ് വിമാനത്തിൽ യാത്ര തിരിച്ചു. ഗ്ലോസ്ഗോവിലെ 50ഓളം മലയാളികൾ ചേർന്ന് ഇക്കുറി വിഷു നാട്ടിൽ നിന്നുള്ള വിഭവങ്ങൾ ഉപയോഗിച്ച് വേണമെന്ന് തീരുമാനിക്കുകയായിരുന്നു. അവർ യുണൈറ്റഡ് മലയാളി അസോസിയേഷനുമായി ചേർന്ന് അതിന് ഒരുക്കങ്ങൾ നടത്തി. ജന്മനാട്ടിൽ നിന്നുള്ള വിഭവങ്ങളുമായി ഗൃഹാതുരതയോടെ വിഷു ആഘോഷിക്കാനുള്ള ആഗ്രഹം അവർ സഫലമാക്കുകയാണ്. UK-യിൽ പഴം പച്ചക്കറി ഇറക്കുമതി ബിസിനസ് ചെയ്യുന്ന കോഴിക്കോട് കൊഴുക്കല്ലൂർ സ്വദേശി സിദ്ദിഖ് കെ മിത്തലുമായി അസോസിയേഷൻ ബന്ധപ്പെട്ടു. കോഴിക്കോട്ട് നിന്നും മൈസൂർ, ഊട്ടി, നഞ്ചൻകോട് എന്നിവിടങ്ങളിൽ നിന്നുമായി 18 ഉൽപ്പന്നങ്ങൾ സംഭരിച്ചു. രാസവസ്തുക്കളോ കീടനാശിനികളോ ഒട്ടും ഉപയോഗിക്കാത്ത ഉൽപ്പന്നങ്ങൾ കണ്ടെത്തുക ശ്രമകരമായിരുന്നു. പഴവും പച്ചമാങ്ങയും പടവലവും ചക്കയും ബീൻസും കറിവേപ്പിലയും മുരിങ്ങയിലയും ഉൾപ്പെടെയുള്ള വസ്തുക്കൾ കോഴിക്കോട് എയർപോർട്ടിലെ പ്ലാന്റ് ക്വാറന്റൈൻ സർട്ടിഫിക്കേഷന് ശേഷം 68 ബോക്സുകളിൽ നിറച്ചു. മൊത്തം 425 കിലോ 1,85,000 രൂപ ചെലവിൽ ചൊവ്വാഴ്ച പുലർച്ചെ വിഷു വിഭവങ്ങൾ കൊച്ചിയിലേക്ക് പറന്നു. അവിടെ നിന്ന് ദുബായ്, ലണ്ടൻ വഴി മാഞ്ചസ്റ്ററിലേക്ക് വ്യാഴാഴ്ച ഉൽപ്പന്നങ്ങൾ ഉപയോക്താക്കൾക്ക് ലഭ്യമാകും. നാട്ടിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളുമായി അവർ വിഷു കെങ്കേമമാക്കും. കരിപ്പൂർ വിമാനത്താവളത്തിലെ അഗ്രികൾച്ചറൽ ആൻഡ് പ്രോസസ്ഡ് ഫുഡ് എക്സ്പോർട്സ് ഡെവലപ്മെന്റ് അതോറിറ്റി 2 മണിക്കൂർ കൊണ്ട് പരിശോധനകൾ പൂർത്തിയാക്കി. കെമിക്കൽ ടെസ്റ്റിനും ലാബ് ടെസ്റ്റിനും ശേഷം അവിടുത്തെ വെയർഹൌസിൽ വേഗം തന്നെ പാക്ക് ചെയ്തു. പരിശോധനകളെല്ലാം വേഗത്തിലായതിനാൽ പച്ചക്കറികളുടെ ഈ അതിവേഗ യാത്ര സുഗമമായി. കീടനാശിനികളുടെ അംശം കർശനമായി പരിശോധിക്കുന്നതിനാലും ഫ്രഷ് പച്ചക്കറികളും പഴങ്ങളും വേഗം നശിച്ചു പോകുന്നതിനാലും ശ്രമകരമായിരുന്നുവെന്ന് കയറ്റുമതിക്ക് നേതൃത്വം നൽകിയ കോഴിക്കോട് സൗത്ത് ബീച്ചിലെ CK മൊബൈൽ ട്രേഡിംഗ് കമ്പനി ഉടമ CT മുൻഷിദ് അലി പറഞ്ഞു.